रघुपति राघव राजा राम पतित पावन सीताराम. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധി ഫെസ്റ്റിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് പുസ്തക പ്രകാശനം. ഇവിടെ മാതൃഭൂമി ബുക്സിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുകയാണ്. ഗാന്ധിജി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്. 1924 ബെൽഗാം കോൺഗ്രസ് സമ്മേളനം. ആ കോൺഗ്രസ് സമ്മേളനത്തെ ആസ്പദമാക്കി ഡോക്ടർ CBK ജോസഫും ഡോക്ടർ ബസവരാജ് N ആക്കിയും സംയുക്തമായി രചിച്ച പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പ്രകാശനമാണ് ഇപ്പോഴിവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രകാശന ചടങ്ങിനോടൊപ്പം തന്നെ ശ്രീ MN കാരശ്ശേരി മാഷ് എന്തുകൊണ്ട് ഗാന്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം കൂടി നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടി എന്തുകൊണ്ട് ഗാന്ധി എന്ന് ഗാന്ധിയോടൊപ്പം നടക്കുന്നവരും അല്ലെങ്കിൽ ഗാന്ധിയൻ ചിന്തകളെക്കുറിച്ച് ആലോചിക്കുന്നവരും ഗാന്ധിയെ വിമർശകന്മാരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇവിടെ ഇത്തരം ഗാന്ധി ഫെസ്റ്റുകൾ നടക്കുന്നത്. ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പുസ്തകത്തിൻ്റെ രചനയിൽ പങ്കാളിയായ ഡോക്ടർ ബസവരാജ് N ആക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിന് സ്നേഹപൂർവ്വം ഹാർട്ടി വെൽക്കം സർ. അതോടൊപ്പം ഈ പുസ്തകം എഴുതാൻ മുൻകൈയെടുത്ത മറ്റൊരാൾ വാർധ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന, വാർധയിൽ ഇപ്പോഴും ആശ്രമത്തോടൊപ്പം നിൽക്കുന്ന റിസർച്ച് സെൻറ്ററിലെ അധ്യാപകനായ ഡോക്ടർ CBK ജോസഫ് സാറാണ്. സാറും ബസവരാജ് N ആക്കി സാറും കൂടിയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട സാമൂഹ്യ നിരീക്ഷകൻ, അധ്യാപകൻ എല്ലാമായ പ്രഭാഷകനൊക്കെയായ MN കാരശ്ശേരി മാഷാണ്. കാരശ്ശേരി മാഷെ വളരെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാകുന്നത് മടപ്പള്ളി കോളേജിൽ ദീർഘകാലം അധ്യാപികയായിരുന്ന ചരിത്ര വിഭാഗം പ്രൊഫസറായിരുന്ന അമ്മുക്കുട്ടി ടീച്ചറാണ്. അമ്മുക്കുട്ടി ടീച്ചറെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സത്യൻ മാടാക്കര അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ TP റഷീദ് സാറാണ്. സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷത മുഴുവൻ പേരെയും, ഈ ചടങ്ങിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും, അതോടൊപ്പം മാതൃഭൂമി ബുക്സിൻ്റെ പ്രതിനിധികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സത്യൻ മാടാക്കര അവറുകളോട് അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ സത്യൻ മാടാക്കരയെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വടകരയിലെ ജനങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, ഗാന്ധി ഫെസ്റ്റ് 2025 രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവലോടുകൂടി ഗാന്ധി ഒരാശയമായി തീരും. സർക്കാർ സ്ഥാപനങ്ങളിലെ ഫോട്ടോ, വഴിവക്കിലെ പ്രതിമകൾ, നോട്ടിലെ ഗാന്ധി എന്നതിനപ്പുറത്തേക്ക് ഗാന്ധി ഒരാശയമായി തീരും ഈ ഫെസ്റ്റിവലിനോടുകൂടി എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഗാന്ധി എന്ന് പറഞ്ഞ ആശയം, വ്യക്തി എന്നതിലപ്പുറം ആശയം എന്ന് പറയാൻ കാരണം ഈ മനുഷ്യഹത്യയുടെ ഈ കെട്ടകാലത്ത് നവോഗാലി മുതൽ ഗാസ വരെ പറയുമ്പോൾ നമുക്ക് ഗാന്ധിയുടെ മാനവീയതയെ ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ മനുഷ്യഹത്യകൾ സംഭവിക്കുമ്പോഴും ഗാന്ധി ഈ സമ്മേളനത്തിൽ തുടങ്ങുന്ന ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പല മേഖലകളിലെ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ഒരാശയമായി ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ കവചമായി മാറുമെന്ന് വരുകാലങ്ങളിൽ നമുക്കത് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കാലം തെളിയിക്കും. ഇവിടെ ഒരു പുസ്തക പ്രകാശനമാണ് നടക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഹരീന്ദ്രനാഥ് പരിഭാഷ നിർവഹിച്ച ഗാന്ധിയുടെ ബൽറാം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഗാന്ധിയുടെ പുസ്തകമാണ് ഇവിടെ മലയാള പരിഭാഷ മാതൃഭൂമി ഇറക്കിയ പുസ്തകമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ സഹകരിച്ച ഡോക്ടർ ബസവരാജ് ലഖി വിശിഷ്ടാതിയായി നമ്മളുടെ കൂടെയുണ്ട്. ഏതായാലും ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടായാലും പുസ്തകങ്ങളാണ് ലോകത്തിലേക്കുള്ള വെളിച്ചം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഗാന്ധി എന്ന ആശയം ഈ സമ്മേളനത്തോടുകൂടി എല്ലാവരിലേക്കും പരക്കട്ടെ. അതുതന്നെ ആയിരിക്കും ഈ സമ്മേളനം നൽകുന്ന സന്ദേശം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ അധ്യക്ഷ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. ഇനി ഈ ചടങ്ങിൽ നടക്കുന്നത് ഡോക്ടർ സിബി കെ ജോസഫ്, ഡോക്ടർ ബസവരാജ് എൻ അക്കി എന്നിവർ സംയുക്തമായി രചിച്ച ബൽഗാം കോൺഗ്രസ് സമ്മേളനം 1924 മഹാത്മാഗാന്ധിയുടെ പ്രഥമ അധ്യക്ഷതയുടെ സചിത്ര വിവരണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ്. ഈ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ നടത്തിയത് ശ്രീ പി ഹരീന്ദ്രനാഥാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ MN കാരശ്ശേരിയാണ്. ഏറ്റുവാങ്ങുന്നത് പ്രൊഫസർ KP അമ്മക്കുട്ടിയാണ്. ഇരുവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രകാശന കർമ്മം നടത്തുന്നതിനായി. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा. Thank you everybody. Thank you all. ശ്രീ MN കാരശ്ശേരി സദസ്സുമായി സംവദിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ബസവരാജ് എൻ അക്കി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഡോക്ടർ ബസവരാജ് എൻ അക്കി ആധുനിക ഇന്ത്യയുടെയും കർണാടകത്തിൻ്റെയും ചരിത്രത്തിന് ഊന്നൽ നൽകി പഠനം നടത്തിയ പ്രഗത്ഭനായ ചരിത്രാധ്യാപകൻ. ആധുനിക മൈസൂരിൻ്റെ സാമ്പത്തിക വളർച്ച, ബോംബെ കർണാടകയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ ഗഹനമായ ഗവേഷണം നടത്തിയ പണ്ഡിതൻ. കർണാടകത്തിൻ്റെ ചരിത്രവും സംസ്കാരവും, പ്രാചീന ഇന്ത്യയുടെ ചരിത്രം, ആധുനിക മൈസൂരിൻ്റെ ചരിത്രം തുടങ്ങി അനവധി ശ്രദ്ധേയമായ ഗവേഷണ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സദസ്സുമായി സംവദിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. Dr. Basavaraj N. Akki, an eminent professor of history who has done much pioneering research on economic growth of modern Mysore, history of freedom movement of Bombay, Karnataka. His areas of specialization are modern India, South India and history of Karnataka. He has authored many books: History and Culture of Karnataka, History of Eminent India, History of Modern Mysore, to name a few. Inviting him to address. Good morning and namaskar to one and all. It gives me immense pleasure to take part in this August function. At the outset, I must convey my thanks and congratulations to Sri P. Harindranath and his other organizers for inviting me to share this dais on this occasion. I think Gandhi is known to everybody, but there are only few institutions and organizers who remembered Gandhi forever.
And I expected this type of functions in universities and colleges. But I congratulate Sri P. Harindranath for conducting this type of festivals in the name of Gandhi for 3 days. And I'm very happy that my book, written by Dr. C.B. Joseph, who is the director of Jamnalal Bajaj Research Memorial Library at Wardha in Maharashtra, and myself, senior historians, academics, and Gandhi followers. Actually, the book is the brainchild of Dr. C.B. Joseph, because when I visited Jamnalal Bajaj Research Library to consult records relating to my research topic on history of freedom movement in Bombay, Karnataka, last year, in the month of July 2024, I was at the verge of completion of my research project, and I had a topic in it on the centenary celebration of Gandhi's presidential address at Belgaum, because it was the only session conducted in India, in Karnataka, that is in 1924, and it was the only session presided over by Gandhi in his career. Many other senior leaders presided 4 times, 3 times, 2 times, except Bal Gangadhar Tilak. So, in 2024, when the government of Karnataka decided to celebrate it in a very grand manner, I decided to publish that pictorial book. While going in searching of those proceedings, I went to Delhi, the National Archives of India, and even Bombay State Archives also. But I didn't get that proceedings. At last, I met Dr. C.B. Joseph, and he was very helpful to me in getting that book, which was not at all available in his library. It was available at Bombay. So he brought us a soft copy, and then we collected a lot of rare photographs of that event, and ultimately we published it. So before printing, the government of Karnataka purchased 400 copies in order to give as a token of love to those delegates who who were in that 2024 centenary celebration. So like that, then we printed another 500 copies. So in that way, Dr. C.B. Joseph helped me a lot. And the 1924 Congress session was the important event in inviting all Kannadigas, because Karnataka was divided into many geographical divisions, even as well as administrative divisions. It was under Marathas, it was under Nizam, it was under Wadiyars. So at that time, it was very difficult to unite the Kannadigas in the name of freedom movement. So that session of 1924 united all Kannadigas to come to Belgaum, and the entire expenditure was met by the local people under the leadership of Gangadhar Deshpande, who was called as the Lion of Karnataka in the freedom movement. And one more interesting aspect is that most of the Bombay Karnataka freedom fighters were influenced by the great leaders like Tilak, Lala Lajpat Rai, and Mahatma Gandhiji. In the absence of degree colleges, the few intelligent and rich people of Brahmin community, they went to Bombay and Pune for getting their education. And they met as if they were friends. So they used to meet directly Tilak, Lajpat Rai as well as Gandhi. So that influenced very much. So hence we find the movement of Bombay freedom movement was very strong in Bombay, Karnataka, in rest of, compared to rest of the Karnataka, because Mysore was under the control of Wadiyars, which was the richest state next to Travancore and Cochin. So Hyderabad Nizam territory was very bad. Even singing Vande Mataram was very difficult in Bombay, Hyderabad, Karnataka region. So in that way, the Bombay Karnataka played a very important role in the freedom movement of Karnataka. On that occasion, I wrote this book, and I congratulate once again P. Harindranath and others who take pain to translate that book into Malayalam language. Thank you very much. ഇനി ശ്രീ എം.എൻ. കാരശ്ശേരി സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് ഗാന്ധി? അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സാദരം ക്ഷണിക്കുന്നു. ഈ സഭയുടെ അധ്യക്ഷൻ സത്യൻ മാടാക്കര, ഈ പരിപാടിയിലെ മുഖ്യാതിഥി ശ്രീ ബസവരാജ, ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം പരിഭാഷപ്പെടുത്തിയ എൻ്റെ സുഹൃത്ത് ഹരീന്ദ്രനാഥ്, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രൊഫസർ അമ്മുക്കുട്ടി, സ്വാഗതം പറഞ്ഞ പ്രമോദ്, നന്ദി പറയാൻ വേണ്ടി
കാത്തിരിക്കുന്ന റഷീദ്, സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ശ്രീ മനയത്ത് ചന്ദ്രൻ, പി കെ രാമേന്ദ്രൻ, ഹരീന്ദ്രനാഥ് തുടങ്ങിയ സുഹൃത്തുക്കളെ ഞാൻ എല്ലാ കേരളീയർക്കും വേണ്ടി അനുമോദിക്കുന്നു. വടകരക്കാർക്ക് ഗാന്ധിയോടൊരു പ്രത്യേക കടപ്പാടുണ്ട്. 1934 ജനുവരി 14 തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, ഗാന്ധി ഇവിടെ വന്നിരുന്നു. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല, അത് യുവതലമുറയ്ക്ക് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. വടകരയ്ക്ക് അങ്ങനെ ഒരു പുണ്യമുണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഞാനിതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഈ പുസ്തകം മാതൃഭൂമിയുടെ നൗഷാദ് നേരത്തെ എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാനത് വായിച്ചു. CBK ജോസഫും ബസവരാജയും വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയാണ് ഉണ്ടാക്കിയത്. അത് ഹരീന്ദ്രനാഥ്, മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗാന്ധി ചരിത്രം എഴുതിയ ഹരീന്ദ്രനാഥ് അത് ഭംഗിയായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി അത് ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സുകാർക്ക് വലിയ ഭാരമുണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെന്നോട് ക്ഷമിക്കട്ടെ, കാരണം ചില്ലറ ഭാരമല്ല, ഗാന്ധി 24 അവരുടെ പ്രസിഡൻ്റായിരുന്നു എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഗാന്ധിയെ കൊണ്ട്. ഇതിൻ്റെ സംഘാടകരോട് എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത്, ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരൂപം വാച്ചാണ്, പോക്കറ്റ് വാച്ച്. അദ്ദേഹത്തിൻ്റെ അനേകം തമാശകളിലൊന്ന്, ഡൽഹിയിൽ നിന്നൊരിക്കലും വാർദ്ധയ്ക്ക് പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി സ്റ്റേഷനിലെത്താൻ വൈകിയുകൊണ്ട് സമയത്ത് വണ്ടി പോയി. അപ്പോൾ അയാൾ തിരിച്ചു വന്നപ്പോൾ ഗാന്ധി ചോദിച്ചു, നീ വൈകിപ്പോയതുകൊണ്ട് നിനക്ക് വാർദ്ധയ്ക്ക് നടന്നു പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു ദിവസം വൈകിയാൽ അതിന് ഉത്തരവാദി നീ ആയിരിക്കും. അപ്പോൾ സാഹചര്യവശാൽ വെടികൊണ്ട് മരിച്ച അന്ന് ഗാന്ധി 17 മിനിറ്റ് വൈകിയാണ് പ്രാർത്ഥനാ യോഗത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് കളഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷ, ഗാന്ധി ഫെസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് നിങ്ങൾ ഈ വടകര ഈ ഹാളിൽ ഒരു വലിയ ക്ലോക്ക് അവിടെ വെക്കണം. കാരണം അത് ഈ ഗാന്ധി ഫെസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് ഒരു പേരും കൂടി എഴുതി അവിടെ വെച്ചിരുന്നാൽ മതി. സംഗതികൾ വൈകാതിരിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ഗാന്ധി? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഗാന്ധി ഒരു ഭൂതകാല വിഷയമല്ല. അദ്ദേഹം 48-ൽ 79ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞുപോയി. അദ്ദേഹം വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ജീവിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഗാന്ധി എന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ കാലത്തും ഇനി വരാനിരിക്കുന്ന കാലത്തും ഗാന്ധിക്ക് എന്ത് ചെയ്യാനുണ്ട്, അതെവിടെയാണ് ആവിഷ്കാരം കൊള്ളുക എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്ക് പുതിയൊരു കാര്യവും ലോകത്തെ പഠിപ്പിക്കാനില്ല. മലകളോളം, നദികളോളം, സമുദ്രത്തോളം പഴക്കമുള്ള മൂല്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഗാന്ധി തോൽക്കുക? അദ്ദേഹം സംസാരിച്ച 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് അഹിംസ, ഒന്ന് സത്യം. ഗാന്ധിക്ക് അഹിംസയും കൂടി സത്യത്തിൻ്റെ ഭാഗമാണ്. കാരണം അദ്ദേഹം സത്യം എന്ന് പറയുമ്പോൾ വളരെ വിശാലമാണ്. പാകിസ്ഥാൻ രൂപീകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അസത്യമാണ് എന്ന്. ആയിരിക്കട്ടെ. അപ്പോൾ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ആശയം മാനവികതാവാദമാണ്. അത് വളരെ പഴയ ഒരു ആശയം. ഗ്രീസിലെ, റോമിലെയൊക്കെ പഴയ ആളുകൾ, ഇപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു പേര് പറഞ്ഞ സോക്രട്ടീസ്, അല്ലെങ്കിൽ പ്ലേറ്റോ, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ, അല്ലെങ്കിൽ സിസറോ, ഇവരുടെ ഒക്കെ കാലത്ത് ബീജരൂപത്തിലുള്ളൊരു ആശയമാണ് മാനവികതാവാദം
ഹ്യൂമനിസം എന്ന് പറയും. അതിൻ്റെ ഉള്ളടക്കം വളരെ ലളിതമാണ്. എല്ലാറ്റിലും പ്രധാനം മനുഷ്യനാണ്, മനുഷ്യൻ്റെ അന്തസ്സാണ്. കാരണം പഴയ കാലത്ത് എങ്ങനെയാണ് നിങ്ങളെന്തിനാണ് ജീവിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജാവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജാതി ആചാരങ്ങൾ നിലനിർത്താനാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ. മനുഷ്യനൊരു വിലയില്ല. വിലയുള്ള ആർക്കാണ്? ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കാണ്. അത് ഇന്നും അതെ. നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ആളുകളെ തല്ലുന്നു, കൊല്ലുന്നു. നിങ്ങൾ ഏത് പേരിലാണ് ഈശ്വരനെ വിളിക്കുന്നത്? ഏത് ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഏത് വേഷമാണ് ധരിച്ചത്? എന്ത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത്? ഇതൊക്കെ നോക്കിയിട്ട് ആളുകളെ വെറുക്കാൻ സാധിക്കും, അറക്കാൻ സാധിക്കും. പഴയ കഥ ഇന്നും തുടരുന്ന കഥ. പക്ഷേ ഹ്യൂമനിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം, ഇത് ശരിയല്ല. എല്ലാറ്റിൻ്റെയും കേന്ദ്രം മനുഷ്യനാണ്, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. നമ്മുടെ ഭാഷയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്ന CJ തോമസ് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നിട്ട് സ്ഥാപിക്കേണ്ട വല്ല ആശയവും ആദർശവും ലോകത്തുണ്ടോ എന്ന്. അതൊരു വലിയ ആദർശമായി. ഇപ്പോൾ നമ്മുടെ ചിന്തകന്മാർ ഗോവിന്ദൻ തുടങ്ങിയ ആളിലൊക്കെ ഹ്യൂമനിസ്റ്റുകളാണ്. നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം വന്നത്? പ്രശ്നം വന്നത് ഇവിടെ മനുഷ്യൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഇവിടെ മൃഗങ്ങളുണ്ട്, പറവകളുണ്ട്, ഇഴജീവികളുണ്ട്, ജലജീവികളുണ്ട്, സസ്യലതാദികളുണ്ട്. അവരൊക്കെ എവിടെ പോകുന്നു? അവരൊക്കെ എവിടെ പോകും? അപ്പോൾ ഇത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായ ഭൂമിയാണോ? പുതിയ ചോദ്യം വരിക. 20ാം നൂറ്റാണ്ടിലാണ് പ്രധാനമായിട്ട് ആ ചോദ്യം വരുന്നത്. ഈ നദികൾ നമുക്ക് ഇങ്ങനെ ചൂഷണം ചെയ്യാനുള്ളതാണോ? അതാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുക. മരങ്ങൾ, മലകൾ, നദികൾ. ഒരു പട്ടി നിങ്ങളുടെ വീട്ടിലെ കാവൽക്കാരൻ ആണോ? നിങ്ങളുടെ വേലക്കാരനാണോ? അതോ നിങ്ങളുടെ സുഹൃത്താണോ എന്നൊരു ചോദ്യം. പൗരാവകാശങ്ങൾ നിങ്ങൾക്ക് മാത്രമാണോ? മനുഷ്യർക്ക് മാത്രമാണോ? ഒരു പന്നിക്കുണ്ടോ അത്? ഒരു വാഴയ്ക്കുണ്ടോ? ഒരു കാക്കയ്ക്കുണ്ടോ? ഒരു തത്തയ്ക്കുണ്ടോ? ഒരു അണ്ണാനുണ്ടോ പൗരാവകാശം? അങ്ങനെ ഒരു പുസ്തകം വരും, റേച്ചൽ കാൾസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്നാണ് അതിൻ്റെ പേര്. 1962 എന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് അതിമനോഹരമായി നമ്മുടെ ശാസ്ത്ര സാഹിത്യ ശാഖയ്ക്ക് ബീജാപാപം നടത്തിയ ഭാസ്കരൻ നായർ മനോഹരമായി പരിഭാഷപ്പെടുത്തും. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് വിമൂക വസന്തം എന്നാണ്. സൈലന്റ് സ്പ്രിംഗ്, വിമൂക വസന്തം. ആ ഇംഗ്ലീഷ് ടൈറ്റിലിനേക്കാൾ കൂടി നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സങ്കടം മുഴുവൻ അതിനകത്ത് വന്നു, വിമൂക വസന്തം. അപ്പോൾ ഇതൊരു പുതിയ രാഷ്ട്രീയമായിട്ട് വരികയാണ്. അതിന് പറഞ്ഞത് ഗ്രീൻ പൊളിറ്റിക്സ് എന്നാണ്. ഇറ്റലിയിലാണ് ഗ്രീൻ പൊളിറ്റിക്സിൻ്റെ 1960കളിലാണ് അങ്ങനെ ഒരു പാർട്ടി രൂപം കൊള്ളുന്നത്. ജർമ്മനിയിൽ 70കളിൽ അങ്ങനെ പാർട്ടി വരും, ഗ്രീൻ പൊളിറ്റിക്സ്, ഹരിത രാഷ്ട്രീയം. ജർമ്മനിയിൽ അവർ ഗ്രൂൻ എന്ന് പറയും. അപ്പോൾ കാര്യം വളരെ ലളിതമാണ്. ഈ നിങ്ങളുടെ കൂടെയുള്ള നായ നിങ്ങളുടെ വേലക്കാരനും കാവൽക്കാരനും എന്നതിലധികം നിങ്ങളുടെ സുഹൃത്താണോ? ഇവർക്കൊക്കെ ഈ തരത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോ? ഇതൊരു പുതിയ ആശയമാണോ? ഇതൊക്കെ നമുക്ക് പണ്ട് പരിചയമുള്ളതല്ലേ? ആദികാവ്യം എന്ന് നമ്മൾ സാമാന്യമായി പറയുന്ന വാൽമീകി രാമായണത്തിൽ ഒരു വ്യത്യാസമില്ലല്ലോ. അതിൽ മനുഷ്യരുണ്ട്, വാനരന്മാരുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, കരടികളുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടികൃഷ്ണന്മാരാർ പറയും രാമായണമാകെ 4 കൂട്ട് സഹോദരന്മാരുടെ കഥകളാണ്. ആരൊക്കെയാ സഹോദരന്മാർ? ഒന്ന് മനുഷ്യർ, രാമലക്ഷ്മണന്മാർ, പിന്നെ രാക്ഷസന്മാർ, രാവണനും വിഭീഷണനും, പിന്നെ വാനരന്മാർ, ബാലിസുഗ്രീവന്മാർ, പിന്നെ പക്ഷികളുടെ ഒരു സാഹോദര്യം, സമ്പാദി ജടായുക്കൾ. എന്നിട്ട് മാരാർ പറയും അതിലേറ്റവും ഗംഭീരമായ സാഹോദര്യം പക്ഷികളുടേതാണ്, സമ്പാദി ജടായുക്കളുടേതാണ് എന്ന് പറയും. എപ്പോഴും അതിനകത്തൊന്നും യാതൊരു വ്യത്യാസമില്ല. മരങ്ങൾക്കോ മലകൾക്കോ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ഒരു നമ്മുടെ കഥകളൊക്കെ അങ്ങനെയാണ്. പഞ്ചതന്ത്രം കഥയിലൊക്കെ അവരാണ് കഥാപാത്രങ്ങൾ. മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ വളരെ ഭീകരമാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം, അത് മഹാപ്രസ്ഥാനം.
മഹാപ്രധാന പരലോക യാത്രയാണ്. 36 കൊല്ലം അതിഭീഷണമായി യുദ്ധം ചെയ്തിട്ട് 18 അക്ഷൗഹിണിപ്പടയും മുച്ചൂടും മുടിഞ്ഞു പോയിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ ജയിച്ച പാണ്ഡവപക്ഷത്തിൻ്റെ നായകൻ നിലവിളിക്കും ഈ വിജയം പരാജയം തന്നെ എന്ന്. 36 കൊല്ലം രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് സഹോദരന്മാരെയും പത്നിയെയും കൂട്ടി യാത്ര പോവും. മഹാപ്രസ്ഥാനം, പരലോകയാത്ര, നേരെ നടക്കുക, വീണ് മരിക്കുന്നവരെ പോവുക. അങ്ങനെ ഓരോരുത്തർ വീഴും. പാഞ്ചാലി വീണു, നകുലൻ വീണു, സഹദേവൻ വീണു, അർജുനൻ വീണു, ഭീമൻ വീണു. അപ്പോൾ ഇവർ പോകുമ്പോൾ കൂട്ടത്തിലൊരു നായ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നടന്ന് കൈലാസത്തിൻ്റെ മുകളിലെത്തുമ്പോൾ ദേവേന്ദ്രൻ വിമാനമായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉടനോടെ സ്വർഗത്ത് പോവാം. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ആ നായ കൂടെയുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഈ നായ എന്ത്? ഓ, നായയ്ക്ക് അങ്ങോട്ട് പ്രവേശനം. അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞത് പറ്റില്ല, ഞങ്ങൾ യാത്ര പുറപ്പെട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാണ് ഈ നായ. എല്ലാ സുഖദുഃഖങ്ങളിലും ഞങ്ങളുടെ കൂടെ സുഹൃത്തായിട്ടുണ്ടായ ഈ നായയെ ഉപേക്ഷിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്വർഗം വേണ്ട. അപ്പോഴാണ് യമധർമ്മരാജാവ് വേഷം മാറി വന്ന നായയാണിത് എന്ന് അദ്ദേഹം സ്വരൂപം വെളിപ്പെടുത്തി സ്വർഗത്തിൽ പോകുന്നത്. ഒരു നായയ്ക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു നായകനെ സൃഷ്ടിക്കും വ്യാസൻ. ഇപ്പം കാളിദാസൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാപാത്രം എല്ലാവർക്കും അറിയാം, ശകുന്തള. ആരാത്? അവളെ കണ്ണു മഹർഷി അവൾക്ക് പേരിടുന്നത് ശകുന്തങ്ങൾ വളർത്തിയ പക്ഷികൾ അവളെ വളർത്തിയത്. നിനക്ക് ഞാൻ ശകുന്തള എന്ന് പേരിടുന്നു എന്നാണ്. ഭാഗവതത്തിൽ അതിമനോഹരമായൊരു രംഗമുണ്ട്. വ്യാസന്റെ പുത്രന ശുഗൻ. അദ്ദേഹം ഇളം പ്രായത്തിൽ വൈരാഗ്യം വന്നിട്ട് വീട് ഉപേക്ഷിച്ചു പോവും. ആകെ പരിഭ്രമിച്ചിട്ട് വ്യാസമഹർഷി പിന്നാലെ ചെന്ന് വിളിക്കും, മകനെ പോവരുത്, പുത്ര മാ ഗാഹ. മഹർഷി വിളിക്കുന്നത് കേട്ട് മരങ്ങൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. മഹർഷി വിളിക്കുന്ന കേട്ട് പറവകൾ അവനെ വിളിച്ചു, പുത്ര പോവരുത്. മഹർഷി വിളിക്കുന്ന കേട്ട് നദികൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. മഹർഷി വിളിക്കുന്ന കേട്ട് മലകൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. അടുത്ത വരി എന്താണ്? അങ്ങനെ ശുഗൻ വ്യാസന്റെ എന്ന പോലെ മരങ്ങളുടെയും മലകളുടെയും നദികളുടെയും പർവ്വതങ്ങളുടെയും സമുദ്രത്തിൻ്റെയും പുത്രനായി ഭവിച്ചു എന്ന്. അപ്പം നമുക്ക് തരുന്നൊരു വ്യത്യാസമില്ല, ഇന്ത്യൻ പാരമ്പര്യത്തിൽ തരുന്നൊരു വ്യത്യാസമില്ല. ഈ പ്രകൃതി നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഇതിൻ്റെ ഭാഗമാണ്, ഇതൊന്നും അന്യമല്ല എന്നുള്ള ആശയം നമുക്കറിയാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നാര് പറയുന്നു? ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത്, ഇപ്പോൾ നമ്മുടെ കാലത്താണെങ്കിൽ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ പ്രസിദ്ധമായ നോവൽ ആരണ്യക്, ഇങ്ങനെ സംസ്കാരം ഇങ്ങനെ വന്നിട്ട് പ്രകൃതി ഇങ്ങനെ പിൻവാങ്ങിപ്പോകുന്നതിൻ്റെ സുനിത് കുമാർ ചാറ്റർജി അതിൻ്റെ അവതാരികയിൽ പറയും, ഈ ഒരു കാന്താര താരകമാണ് ആരണ്യക്, അതിൻ്റെ വലിയ വിലാപമാണ് വിഭൂതിഭൂഷൺ ഉന്നയിക്കുന്നതെന്ന് പറയും. നമുക്ക് എഴുത്തുകാരങ്ങനെയുണ്ട്. നമ്മുടെ സുഗതകുമാരി ടീച്ചർ ഒരു കവിത എഴുതാൽ മതി, രാത്രിമഴ എന്നുള്ളൊരു കവിത. എങ്ങനെയാണ് പ്രകൃതിയും സ്ത്രീയും ഒരേപോലെ നമ്മുടെ അവഗണനയ്ക്കും നമ്മുടെ ചൂഷണത്തിനും അക്രമത്തിനും വിധേയമാവുന്നു. ചെറിയൊരു കവിത ഒക്കെ എനിക്കറിയാം എന്ന് പറയാം. അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ രാത്രിമഴ പോലെ കണ്ണീര് തുടച്ച് കള്ളച്ചിരി ചിരിച്ച് സന്തോഷം ഭാവിച്ച് നീ ഇരിക്കുന്നു. രാത്രിമഴയോട് പറയാൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ളതല്ലേ. പക്ഷേ ഇത് നമ്മുടെ ഇതിഹാസങ്ങളിൽ, നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ കഥകളിൽ, നമ്മുടെ സാഹിത്യത്തിൽ ഇങ്ങനെ പ്രകൃതിയായിട്ടും പക്ഷിയായിട്ടും മാൻപേടയായിട്ടും, ഇപ്പോൾ മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ എന്നുള്ള വയലാറിൻ്റെ പ്രസിദ്ധമായ പാട്ടിൽ ആരോടാ പറഞ്ഞ്? ദീർഘാഭാങ്കൻ എന്നുള്ള മാൻപേട. ശകുന്തളയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആ മാൻകിടാവാൻ. ആരോടും പോയി പറയരുത് ഈ കഥ എന്ന് യേശുദാസ് മനോഹരമായിട്ട് പാടും. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് 20-ാം നൂറ്റാണ്ടിൽ ഒരു തിരിച്ചറിവുണ്ട്.
ആ തിരിച്ചറിവിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, 1960 മാവൂരിൽ ഞങ്ങളുടെ അയൽവക്കത്ത് ഗോളിയോറൈൻസ് എന്നുള്ള വ്യവസായശാല പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളുടെ അന്തരീക്ഷം പോയി, ഞങ്ങളുടെ നദി പോയി. അവിടെ അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, അതിനെതിരായിട്ട് 1963 ഒരുത്തൻ സമരത്തിന് വരും. അവൻ്റെ പേര് മലയാളികൾ മറക്കാൻ പാടില്ല. നദികൾക്ക് വേണ്ടി ആദ്യമായി സമരം ചെയ്യുന്ന ഒരുത്തൻ്റെ പേര്, അദ്ദേഹം മരിച്ചുപോയി, കെ റഹ്മാൻ. സൈലന്റ് വാലി സമരം തുടങ്ങുന്നതിനും 13 കൊല്ലം മുമ്പ് ചാലിയാറിൽ സമരം വരും. 1976 സൈലന്റ് വാലി സമരം. MK പ്രസാദ്, രാമകൃഷ്ണൻ പാലാട്ട് തുടങ്ങിയുള്ള ആൾ, പിന്നെ സുഗതകുമാരി ടീച്ചറും NV കൃഷ്ണവാര്യരൊക്കെ പിന്തുണച്ചപ്പോൾ അത് വലിയ സമരമായി. തീർച്ചയായിട്ടും കേരളത്തിലെ പരിസ്ഥിതി മനോഭാവത്തിൻ്റെ, ഈ ഗ്രീൻ പൊളിറ്റിക്സിൻ്റെ, ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ വലിയ സമാരംഭം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൈലന്റ് വാലി സമരമാണ്. സൈലന്റ് വാലി രക്ഷപ്പെട്ടത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത, ഇവിടുത്തെ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും അങ്ങനെ ഒരു പരിസ്ഥിതി നയം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. വികസനം എന്നാണ് പറയാ, വികസനം, കേരളത്തിൻ്റെ വികസനം നമ്മൾ ആലോചിക്കേണ്ടതാ. കേരളത്തിൽ വികസനം കൊണ്ടുണ്ടായത് കൃഷി നശിക്കുകയാണ്. ഒരു കാർഷിക പ്രദേശമാണ് കേരളം. ഇവിടെ ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്നത് കൃഷിക്കാരാണ്. നമ്മുടെ വയനാട് എന്നുള്ള പേരിൻ്റെ അർത്ഥം വയൽനാട് എന്നാണ്. അവിടെ 2500 കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇത് ഏറ്റവും നഷ്ടമാണ്. എവിടെയെങ്കിലും ഒരു ലോൺ എടുത്താൽ പിന്നെ തൂങ്ങി മരിക്കല്ലാതെ രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. നാണ്യവിളകൾ ആണ് പിന്നെ കുറച്ച് കൃഷി ചെയ്യുന്നത്, റബ്ബറൊക്കെ. നമ്മുടെ നെല്ല്, നമ്മുടെ തേങ്ങ, നമ്മുടെ കൈതച്ചക്ക എല്ലാം. അപ്പോൾ നദി സംരക്ഷിക്കണം, മരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഈ തിരിച്ചറിവിൽ നിന്നാണ് ഗ്രീൻ പൊളിറ്റിക്സ് ഉണ്ടാവുന്നത്. അത് അടിസ്ഥാനപരമായി ഒരു ഗാന്ധിയൻ ആശയമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ച സുഹൃത്ത് കെൻ സാരോ വിവയെ പറ്റി പറഞ്ഞു. കെൻ സാരോ വിവ 1995 കൊല്ലപ്പെട്ടു. അദ്ദേഹം 8 സഹോദരന്മാരെ. കാരണം അവിടുത്തെ എണ്ണ ഖനനം കൊണ്ടുണ്ടാവുന്ന നാശത്തിനെതിരായിട്ടാണ് അദ്ദേഹത്തിന് സമരം ഉണ്ടായത്. ഇന്ത്യയിൽ ഈ തരത്തിലുള്ള സമരം പ്രധാനമായിട്ടും നടത്തിയ ഒരാളുടെ പേര് ബഹുഗുണ എന്നാണ്. അദ്ദേഹത്തിന് ചിപ്കോ പ്രസ്ഥാനം. വേറൊരാൾ മേധാ പട്കറാണ്. അവർ നദീ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. ഇവരെയൊക്കെ പ്രചോദിപ്പിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ശക്തി എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ പിറകിലുള്ള ഊറ്റം എന്ന് പറയുന്നത് ഗാന്ധിയാണ്. കെൻസാരോ വിവ ഗാന്ധി എന്താണ് ചെയ്തതെന്ന് പഠിച്ചു. മേധാ പട്കർക്കും ബഹുഗുണയ്ക്കും അന്തരീക്ഷത്തിൽ ഗാന്ധിയുണ്ട്. അപ്പോൾ കാരണം ഗാന്ധിയുടെ എല്ലാം കൂടി ഒരു വാക്കിൽ തീർന്നിരുന്നു, അഹിംസ. അപ്രായോഗികമാണെന്നാണ്. അപ്പം നിങ്ങൾക്ക് മനുഷ്യരുടെ ലോകം മാത്രമാണ്, ഈ പ്രപഞ്ചം ഞങ്ങളുടേത് മാത്രമാണ് എന്ന് വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഗാന്ധി എത്രമാത്രം മണ്ണിനോട് ഇഴുകയാണെന്നുള്ളത് ഞാൻ 1-2 ഉദാഹരണം പറയാം. അദ്ദേഹം അധികവും ഇരിക്കുന്നത് നിലത്താണ്. ബിർള ഹൗസ് ഡൽഹിയിൽ, അവിടെ പോയാൽ കാണാം. അത് വലിയ കൊട്ടാര സദസ്യമാർ വീടാണ്. അതിൻ്റെ കോലായിലൊരു കിടക്ക വിരിച്ചാണ് ഗാന്ധി കിടക്കുന്നത്. അവിടെ ഒരു വലിയ തലയണ ചാരി വെച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് എപ്പോഴും ഇരിക്കുമ്പോൾ അധികം നിലത്തിരിക്കാനാണ് ഗാന്ധിക്ക് ഇഷ്ടം. യർവാദ ജയിലിൽ അദ്ദേഹത്തെ കാണാൻ വന്ന ആളോട് സംസാരിക്കുമ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അധ്യക്ഷം വഹിക്കാം എന്നൊരു നടുവിലിരുന്നു. പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തുമേശ വളരെ ഉയരം കുറവാണ്. കാരണം ഭൂമിയിൽ നിന്ന് ഒരുപാട് ഇരിക്കാൻ വയ്യത്. ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നദിയിൽ നിന്ന് വെള്ളമെടുത്ത് പാത്രം കഴുകായിരുന്നു. കഴിഞ്ഞപ്പോൾ ഓ വലിയ അബദ്ധമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബാപ്പു എന്ത് പറ്റി? ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമെടുത്തു പോയി, പാത്രം കഴുകാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ മാറിയിട്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമെടുത്തു എന്നാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം.
ഗാന്ധി പറയുന്നൊരു പ്രധാനപ്പെട്ട ആശയം, ഈ ലോകത്തിലെ സമസ്ത മനുഷ്യർക്കും ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അടുത്തവരി പറയും, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി നീഡ്, നോട്ട് അബൌട്ട് ദി ഗ്രീഡ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി നീഡ്, നോട്ട് അബൌട്ട് ദി ഗ്രീഡ്. ഇത് രണ്ട് വാക്കാ, ആവശ്യം, ആർത്തി. ഗാന്ധിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു തത്വചിന്തകനാണ് സോക്രട്ടീസ്. ക്രിസ്തുവിനും 500 കൊല്ലം മുമ്പ് വിഷം കൊടുത്ത് കൊന്നു. ഒന്നുമില്ല, സത്യം പറയുന്ന ആളുകൾക്കൊക്കെ സാധാരണഗതിയിൽ കിട്ടുന്നൊരു പ്രതിഫലം അതാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ക്രിസ്തു എന്താ പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞത് സത്യം നിന്നെ സ്വതന്ത്രനാക്കുന്നു. സോക്രട്ടീസിന് സത്യം മാത്രമായിരുന്നു പ്രമാണം. അപ്പോൾ ഗാന്ധി അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോടതിയിലെ മൊഴികളൊക്കെ അപ്പോളജി എന്നുള്ള പേരിൽ പ്ലേറ്റോ പരിഭാഷപ്പെടുത്തിയത് ഗാന്ധി ഗുജറാത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അത്ര ബഹുമാന ഗാന്ധിക്ക്. അപ്പോൾ ഞാൻ സോക്രട്ടീസിൻ്റെ ഒരു കഥ പറയാം. അദ്ദേഹത്തിന് 10 പൈസയ്ക്ക് ഗതിയില്ല. അത് ഗാന്ധി അങ്ങനെ തന്നെ കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളുടെ പേരാ ഗാന്ധി. കോൺഗ്രസ്സുകാർ കേൾക്കാൻ വേണ്ടി ഞാനൊരു രഹസ്യം പറയാം. എന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുറഹിമാനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ കോഴിക്കോട്ട് ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ പേരായി മുഹമ്മദ് അബ്ദുറഹിമാൻ. 45 മരിച്ചുപോയി. ബാങ്ക് അക്കൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഈ നഷ്ടപ്പെടാൻ ഒരു വടി മാത്രം ഉള്ള ആളാ ഗാന്ധി. സോക്രട്ടീസ് എന്നും രാവിലെ കാലിൽ ഇടാൻ ചെരുപ്പില്ല കേട്ടോ, കീറിയ പുതപ്പായിട്ട് അവിടെ വന്നിരിക്കും. അപ്പം അന്നൊക്കെ എല്ലാ പീടികളുടെ മുമ്പിലൊക്കെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വിൻഡോ ഷോ എന്ന് പറയും, അങ്ങനെ പ്രദർശിപ്പിക്കും. അപ്പോൾ സോക്രട്ടീസ് അത് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അവർ ചെറുപ്പക്കാരന് ഒന്നുണ്ടടുത്ത് കണ്ടപ്പോൾ അതൊക്കെ വലിയ കഷ്ടം തോന്നി. അപ്പോൾ ചോദിച്ചു, എന്താ സോക്രട്ടീസ്, വലിയ കൊതി തോന്നുന്നുണ്ടോ? അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, അല്ല, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു, എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളായി ഈ ലോകത്ത്. ഇന്ന് ഒരു മാളിൽ കയറുമ്പോൾ, ഓ എനിക്ക് അത് വാങ്ങാൻ പറ്റിയില്ലല്ലോ, ഇത് വാങ്ങാൻ പറ്റിയില്ലല്ലോ, ഇതെൻ്റെ വീട്ടിലില്ലല്ലോ, മറ്റതെൻ്റെ വീട്ടിലില്ലല്ലോ എന്ന് ആർത്തിപ്പണ്ടാരങ്ങളാവുകയല്ലാതെ എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാമാണ് ഈ ലോകത്തുള്ളത് എന്ന് അത്ഭുതം കൂടുന്ന ഒന്നിനെയാണ് ആവശ്യമെന്നും ആർത്തിയെന്നും വകതിരിക്കുക ആണ്. അപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ പെരുമാറ്റം, അതിനുള്ള നമ്മുടെ പാരസ്പര്യം എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. അത് ചൂഷണം ചെയ്തതാണ്. ആ വാക്ക് എപ്പോഴും പറയുന്നത്, ഒരു നന്നായിട്ട് പറയുന്നത്, അവർ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഈ ഗാന്ധിയെ പിന്തുടർന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് എൻ്റെ അറിവിൽ, എൻ്റെ അനുഭവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങും. എന്താണ്, 9ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ഗാന്ധി അവിടെ വരും. വന്നത് 1925 മാർച്ച് 10 അപ്പോൾ ജെട്ടിയിൽ ഗാന്ധി ഇങ്ങനെ വന്ന് കാറിൽ കയറിയപ്പോൾ ബഷീർ ചെറിയ പയ്യനാണ്, ചെന്നിട്ട് വലത്തെ തോളിൽ തൊട്ടു. അപ്പോൾ ഗാന്ധി ഒന്ന് ചിരിച്ചു. പിന്നെ ബഷീർ ഓടിച്ചെന്ന് ഉമ്മയോട് പറയാണ്, ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ഈ ഗാന്ധി എന്ത് സാധനമാണ് എന്നറിയാത്ത ഉമ്മ പരിഭ്രമിച്ച്, എന്നാലും എൻ്റെ മക്കളെ എന്ന് പറയുന്നത് അമ്മ എന്നുള്ള കഥയിൽ കാണാം. 1936 ആ കഥ എഴുതുന്നത്. ഇത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് ഗാന്ധി ഉന്നയിച്ച ഈ രാഷ്ട്രീയം, ഈ തരത്തിലുള്ള പ്രപഞ്ച വീക്ഷണം, ഈ തരത്തിലുള്ള ദാർശനികത, ഈ തരത്തിലുള്ള സ്നേഹം, അതാണ്. എന്താണ് ഗാന്ധിയെ സഹിക്കാൻ പറ്റാത്തത്? ഗാന്ധിക്ക് സ്നേഹമാണ്. അദ്ദേഹം 1922 ജോർജ് ജോസഫിന് അയക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കാത്ത ഒരാൾക്കെതിരായിട്ട് ഞാൻ ഉപവാസം നടത്തുകയില്ല. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാ ബാഗിൽ കൂട്ടക്കൊലയ്ക്ക് ഓർഡർ കൊടുത്ത ഡയറിനെതിരായിട്ട് ഞാൻ ഒരിക്കലും ഉപവസിക്കുകയില്ല. കാരണം ഡയർ എന്നെ ശത്രുവായിട്ട് കാണുന്നു. ഗാന്ധിക്ക് ശത്രുക്കളില്ല, പക്ഷേ എന്നെ സ്നേഹിക്കാത്ത ഒരാൾക്കെതിരായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല
എല്ലാവരും ചോദിക്കുന്ന ഹിറ്റ്ലർക്കെതിരായിട്ട് നിങ്ങൾക്ക് ഉപവാസം നടത്താൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ചോദ്യം. ഇപ്പോൾ പിന്നെ എല്ലാവരും ഒരുമാതിരി അതൊക്കെ അടക്കി വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ പ്രായോഗികമാണല്ലോ ഹിംസ, അല്ലേ? എന്താ പ്രായോഗികം? 3-ാം ലോകമഹായുദ്ധം എന്താ ഉണ്ടാവാത്തത്? എല്ലാവർക്കും ഉറപ്പാണ് അത് പൊട്ടിയാൽ പിന്നെ ആരും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ട്രംപിനോ നെതന്യാഹുവിനോ അല്ലെങ്കിൽ പുട്ടിനോ ഒന്നും ഉള്ള ബേജാർ എന്താണ്? അത് തുടങ്ങിയാൽ ആരടുത്തൊക്കെ എന്തൊക്കെ ആയുധമുണ്ടെന്ന് അറിയില്ല, എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ ജൈവായുധം, രാസായുധം, മറ്റേത് മറിച്ചതുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അത് തുടങ്ങിയാൽ മിക്കവാറും ആപത്താവും. അതുകൊണ്ടാണ് ഉത്തര കൊറിയയിലെ ഡിക്റ്റേറ്ററോടൊക്കെ അദ്ദേഹം സിംഗപ്പൂരിൽ സംസാരിച്ചൊക്കെ അത് തീർക്കുന്നത്. അപ്പോൾ പ്രായോഗികമായത് അഹിംസയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് സമ്മതിക്കാൻ പലതരത്തിലുള്ള അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ ബഷീർ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പന്തലിൽ പോയിരിക്കും. അപ്പോൾ ആ കഥയെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ്? അപ്പോൾ എന്നും ഹെഡ് മാസ്റ്റർ ചോദിക്കും, നിനക്കെന്താണോ അവിടെ കാര്യം? ഈ നിനക്കെന്ന് പറഞ്ഞാലേ ഒരു മേത്തൻ എന്താ കാര്യം നീ ചോദിക്കണത്? അപ്പോൾ ഖദറിൻ്റെ കുപ്പായാണ്. എവിടുന്ന് കിട്ടേണ്ടത് എനിക്ക് ഈ കുപ്പായം? അപ്പോൾ എന്നും അടി കിട്ടും. ഒരു ദിവസം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നീ ഇനി ആ പന്തലിൽ പോയാൽ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ കഥയെ പറയാ, ഞാൻ പിറ്റേന്നും പോയി, പുറത്തേക്ക് ഇവർ അതിനകത്തില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ചൻ അബൂബക്കർ പറഞ്ഞു അന്ന് പുറത്താക്കി. അപ്പോൾ വൈക്കം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിൻ്റെ രേഖകളൊക്കെ ചെയ്യാൻ പോയി നോക്കും 10-50 കൊല്ലുമ്പോൾ ആ സ്കൂളിൽ എടുത്തു പോയിട്ടുണ്ട്, അതിനൊരു രേഖയും കിട്ടില്ല. അപ്പം അന്ന് 18-ാമത്തെ വയസ്സിൽ ബഷീർ വീട് ഉപേക്ഷിച്ച് പോകും. 1926 അത് മന്നത്തിന് നിഴലിൽ എന്നുള്ള നോവലിൽ പറയുന്നുണ്ട്, ഞാൻ 18-ാമത്തെ വയസ്സിൽ ഒരു പേനയുമായി വീട് ഉപേക്ഷിച്ച് ലോകത്തേക്ക് ഇറങ്ങിയ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി. പ്രപഞ്ചം എന്നാണ് ബഷീർ പറയാം. പ്രപഞ്ചം നമ്മളമായിട്ടുള്ള വാക്കുകളല്ല, ഒക്കെ വലിയ വാക്കുകളാണ്. പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിയാനാന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും നോവലുകളിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗാന്ധിയുടെ സ്വാധീനം വ്യക്തി ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടത് ബഷീറിലാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുടെ പേര് കൊതുകിനെ കൊല്ലാമോ. ഗാന്ധിയുടെ സെക്രട്ടറി വെങ്കട്ടറാം കല്യാണം, ഞാൻ അദ്ദേഹം 96-ാം വയസ്സിൽ 98-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു. 96-ാം വയസ്സിൽ ഞാൻ അദ്ദേഹത്തെ മദ്രാസ് വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വാർദ്ധ ആശ്രമത്തിൽ ചെന്നപ്പോൾ ആദ്യം കിട്ടിയ ഉപദേശം, അദ്ദേഹം ഒരു പഴുതാരെ അടിച്ചു കൊല്ലാൻ പോയി. ഇവിടെ കൊല്ലാൻ പറ്റില്ല. പിന്നെ പാമ്പിനെ കണ്ടപ്പോൾ, ഇവിടെ അങ്ങനെ പരിപാടിയില്ല, പാമ്പിനെയോ പഴുതാരെയോ കൊല്ലുന്ന പരിപാടിയില്ല. അപ്പോൾ ബഷീർ ചോദിക്കുകയാണ്, കൊതുകിനെ കൊല്ലാമോ? പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കഥയുണ്ട്, മൂട്ട സന്ദേശം. അപ്പോൾ അദ്ദേഹത്തെ മൂട്ട കടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി വെച്ചാൽ ഭാര്യയായിട്ട് കലഹിച്ചു. അപ്പോൾ അവൾ അടുത്ത മുറി ചെന്ന് കിടക്കുകയാണ്. അപ്പോൾ ഭാര്യ പിണങ്ങി കിടക്കുകയാണ്. അപ്പോൾ മൂട്ട കടിച്ചപ്പോൾ ബഷീറിനൊരു ഐഡിയ തോന്നി, അതിനെ കൊല്ലുന്നതിന് പകരം മൂട്ടയുടെ അടുത്ത് ഭാര്യയ്ക്ക് ഒരു സന്ദേശം പറഞ്ഞേക്കുക, കാരണം അവിടെ ചെന്ന് കടിക്കുമല്ലോ. അങ്ങനെയാണ് മൂട്ട സന്ദേശം എന്നുള്ള കഥ വരുന്നത്. 1951 വന്ന പുസ്തകമാണ് ഉണ്ടുപ്പ് പകരം ആനയുണ്ടായിരുന്നു. അതിൽ ഈ സഭയിലെ മിക്കവർക്കും ഓർമ്മയുള്ളൊരു രംഗം ഞാൻ പറയാം. കുഞ്ഞുപാത്തുമ്മ എന്ന് പറയുന്ന നിരക്ഷരയായ സാധുവായ നിഷ്കളങ്കയായ സുന്ദരി, അവൾ താമരപ്പൊയ്കയിൽ കുളിക്കുമ്പോൾ അവളെ അട്ട കടിച്ചു. അപ്പോൾ അവൾ ആഞ്ഞു കയറിയപ്പോൾ അട്ട കടിച്ചിട്ട് ചോര ഒലിക്കുന്നുണ്ട്. അപ്പം ഒരു കമ്പെടുത്തിട്ട് അതിനെ കൊല്ലാൻ പോകുമ്പോൾ പെട്ടെന്ന് അവൾക്ക് തോന്നുകയാണ്, അട്ടയ്ക്ക് ഉമ്മായും ബാപ്പായും കാണും, അട്ടയ്ക്ക് ഉമ്മായും ബാപ്പായും കാണും, ഇപ്പോൾ കൊല്ലണ്ട, എന്തേ അതിന് 4 ചീത്ത പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കൊരു ചീത്ത അറിഞ്ഞൂടാ. 10 വയസ്സുള്ള പെണ്ണത്, അവൾക്കൊരു ചീത്ത അറിഞ്ഞൂടാ. അവളെന്ത് ചെയ്തു? അവളതിനെ തോണ്ടി വെള്ളത്തിലേക്ക് ഇട്ടു. ബലാലെ എൻ്റെ ചോര മൊയ്മം കുടിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ പാത്തുമ്മയുടെ ആടിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഇത് പഞ്ചാന്തരമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആട്, ആന, പൂച്ച, ഇവരൊക്കെ കഥാപാത്രങ്ങൾ. കോഴിന്നൊന്നല്ല പറയാം, എന്താ പറയാ, പൂവനും അവൻ്റെ 17 ഭാര്യമാരും. അങ്ങനെ ഒരു മലയാളം നിങ്ങൾ കേട്ടിട്ടില്ല, നമ്മൾ കേട്ടില്ലല്ലോ, 17 ഭാര്യമാർ. അവൾ കുളിക്കാൻ പോകുമ്പോൾ ആൺകുരുവി പെൺകുരുവിയെ കൊത്തിക്കൊല്ലാൻ പോയി. ആൺകുരുവി പെൺകുരുവി എന്നല്ല അതിനകത്ത് പറഞ്ഞത്.
അതിനകത്ത് പറഞ്ഞത് കെട്ടിയോൻ കുരുവി കെട്ടിയോള് കുരുവിനെ കൊത്തിക്കൊല്ലാൻ പോയി കേട്ടോ. കാരണം എന്താ? തലേന്ന് ബാപ്പ ഉമ്മയുടെ ഹൽക്കിന് പിടിക്കുന്ന അവള് കണ്ടതാ. എല്ലാ കെട്ടിയോൻ കുരുവിമാരുടെയും പണി എന്താണ്? കെട്ടിയോള് കുരുവിമാരെ കൊത്തിക്കൊല്ലുന്ന പണിയാണ്. ബഷീറിന് അറിയാതെ. അതൊക്കെ അദ്ദേഹം ഇങ്ങനെ തമാശയായിട്ട് പറയും. എന്നിട്ട് ആലോചിച്ച് നോക്കൂ, ഈ മലയാളം ആരുടെ ഭാഷയാണ്? നമുക്കൊക്കെ അറിയാം, ഒരു 5 വയസ്സ് വരെ അറിയാം. എന്ത്? നമ്മളെല്ലാ കോഴിയോടും പൂച്ചയോടും പട്ടിയോടും പന്നിയോടും പശുവിനോടും ഒക്കെ നമ്മൾ മലയാളം പറയും. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഏത് പ്രായത്തിലും കാരണം അവർക്കൊക്കെ മലയാളം അറിയാം. മതിലുകളിൽ നാരായണിയായിട്ട് പ്രേമം തുടങ്ങിയപ്പോൾ വലിയ ഉഷാറായി. അപ്പോൾ അവിടെ കിടന്ന് ദുസ് 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 എന്ന് പറയുന്ന അണ്ണാർക്കണ്ണോടുണ്ട്, ഇവിടേക്ക് ഇറങ്ങി ഓടി നടക്കണേ എന്ന് ഒരു ഉത്സാഹമായി. കെട്ടിയോ കുരുവി കെട്ടിയോള് കുരുവിനെ കൊത്തിക്കൊല്ലാൻ പോകുമ്പോൾ മധ്യസ്ഥം പറയുന്നുണ്ട് ആര്? അണ്ണാറക്കണ്ണൻ. അപ്പൊ കുഞ്ഞുവാത്തും പറയാ, പറഞ്ഞാ കേൾക്കുകയില്ല. ബഷീറിന്റെ ആത്മകഥയിലുള്ള ഒരു രംഗം, വീട്ടില് വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറിയപ്പോൾ ഒരു തേള്. അപ്പോൾ ബാപ്പ പറഞ്ഞു അതിനെ കൊല്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഒരു പൊട്ടിയ കാലത്തിൽ അതിനെ കയറ്റിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടാൻ പറഞ്ഞു. ബഷീർ അങ്ങനെ ചെയ്തു. ആ തേള് വീണ്ടും വന്നു, വീണ്ടും അങ്ങനെ ചെയ്തു. ഇതുപോലെ ഇങ്ങനെ ഞാൻ കണ്ട ഒരു രംഗം. ഒരു ദിവസം ഞാനവിടെ പതിവ് പോലെ അങ്ങോട്ട് ചെല്ലുമ്പം പതിവില്ലാതെ അദ്ദേഹം ജുബ്ബയൊക്കെ എടുത്തിട്ട് മുണ്ടൊക്കെ മാടിക്കെട്ടി. പണ്ട് ഒന്നുമില്ല, ജുബ്ബയൊന്നുമില്ല. അതവിടെ ജുബ്ബ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ കസേരയുടെ മുള്ളിട്ടാലും പിന്നെ ഒരു മുണ്ടാണ് കൊടുക്കുക. അത് അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? ഞാൻ മീൻ വാങ്ങാൻ പോവാം. എങ്ങോട്ട്? ബേപ്പൂരേക്ക്. ഞാനും വരാം എന്ന് പറഞ്ഞു. അന്നാ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി ഒരു 4-5 അടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ചെരുപ്പെടുക്കാൻ മറന്നു പോയല്ലോ, ബാ. അങ്ങനെ ഞങ്ങൾ പോയി വർത്താനമൊക്കെ പറഞ്ഞ് മീനൊക്കെ വാങ്ങി ഒന്ന്. ഇതൊരു 3-4 വട്ടമായപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ ബഷീറിൻ്റെ ചെരുപ്പില്ല. അങ്ങനെ ചെരുപ്പ് ഇടാൻ മറന്നല്ല, അവിടെ കാണണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു ബഷീർ ചെരുപ്പിടാറില്ലെന്ന് ചോദിച്ചു. അപ്പം അത്തരം വളരെ പേഴ്സണൽ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം അത് അവഗണിച്ചിട്ട് മിണ്ടാതിരിക്കും. 2-3 വട്ടം ചോദിക്കുമ്പം എന്തിനാ ചോദിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഇതുപോലെ എന്നോട് 2 വട്ടം ഞാൻ പറഞ്ഞു എനിക്കറിയാനാണ് ബഷീർ എന്താ ചെരുപ്പിടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴതൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താ? എനിക്ക് ചെരുപ്പിട്ട് ഈ ഭൂമിയിൽ ചവിട്ടാൻ വിഷമം തോന്നുന്നു. അല്ലയോ ഭൂമാതാവേ, എൻ്റെ പാദസ്പർശം ക്ഷമിക്കണമേന്ന് ഉപനിഷത്തിൽ നമ്മൾ വായിക്കും. ഈ ഉപനിഷത്തൊന്നും വായിച്ച ആളല്ല ബഷീർ. പിന്നെ അദ്ദേഹം എല്ലാം വിചിത്രമായിട്ട് ചെയ്യുന്ന ആളാണ്. വീടി വലിക്കുന്നത്, വീടി ഇങ്ങനെ വെച്ചിട്ട് നാവുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കും, എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ പോകുള്ളൂ. അങ്ങനെ പല വിക്രസം കാണിക്കുന്ന. അപ്പം ചായ കുടിക്കുമ്പോൾ ഈ സുലൈമാനി കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നു. അപ്പം ഞാൻ എന്താ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത്? എന്താ കാക്ക? ഈ അല്ലെങ്കിൽ 2 പേരെ വിളിക്കുക. ഒന്നിൽ എന്താ സാറേ എന്ന് ചോദിക്കുക, ഒക്കെ കളിയെ കളിക്കുന്നത്. എന്താ കാക്ക? അതിന് എന്താ കാക്ക? നമ്മളെല്ലാത്തിനും കമിഴ്ത്തി വെക്കുന്നത്. വല്ല വിവരമുണ്ടോ സാറേ? ഈ ഗ്ലാസ്സിനകത്ത് ഒരു ഇച്ചിരിപ്പിടിയോളം സുലൈമാനി ഉണ്ടാവും. വല്ല ഉറുമ്പും വന്ന് അതിൽ വീണ് ചാവാതിരിക്കാനാണ് കമിഴ്ത്തി വെക്കുന്നത്. എന്തൊരു ശ്രദ്ധയെന്ന് അറിയിച്ചു നോക്കൂ. അപ്പം ഞാൻ അമ്പരുന്നത് ഗാന്ധി ചെരുപ്പിടും. ഗാന്ധി ചെരുപ്പ് ഉണ്ടാക്കാൻ അറിയാം. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ആദ്യം ജയിലിൽ പോയിട്ട് അവിടുന്ന് പഠിച്ച ഒരു പണി ചെരുപ്പുണ്ടാക്കല. അപ്പോൾ ചെരുപ്പായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ ഗാന്ധിയെ പറ്റി പറയാനുണ്ട്. ഗാന്ധിയുടെ കോമൺ സെൻസിൻ്റെ ഒരു കഥ ഞാൻ പറയാം. അദ്ദേഹം ട്രെയിനിൽ പതിവില്ലാതെ വാതിലെടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെരുപ്പ് വീണുപോയി. ഉടനെ ഗാന്ധി മറ്റേ ചെരുപ്പെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ അടുത്തുള്ള വിളിച്ചു, ബാപ്പു എന്താ ചെയ്യുന്നത്? അല്ല, ഈ ചെരുപ്പ് കൊണ്ട് എനിക്കൊരു കാര്യമില്ല, മറ്റേ ചെരുപ്പ് കിട്ടില്ലേ കിട്ടുന്നവനൊരു കാര്യമില്ല, അവനൊരു കാര്യമാവട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ വലിയ പോലീസ് ഓഫീസർ സ്മഡ്സിനൊരു പൊതി കൊടുക്കും. അപ്പോൾ സ്മഡ്സ് ചോദിച്ചു, ഇത് എന്താണ്? ഇത് അങ്ങേക്കുള്ള എൻ്റെ സമ്മാനമാണ്. എന്താ അത്? ഇത് ഒരു ജോഡി ചെരുപ്പാണ്. ചെരുപ്പോ? ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തടവറ കിടന്ന് ഉണ്ടാക്കിയതാണെന്ന് പറയും.
സ്പഡ്സ്. പിന്നെ സ്പഡ്സ് അതിട്ട് ഇങ്ങനെ നടന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പഡ്സിന് തോന്നി ഈ മഹാനായ മനുഷ്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പിട്ട് നടക്കാൻ തനിക്ക് അർഹതയില്ല. അതെന്ത് ചെയ്തു? ആ ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പുരാവസ്തു ശേഖരമുണ്ട്, അതിലേക്ക് സമ്മാനം കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അതെടുത്തിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ശേഖരത്തിലേക്ക് കൊടുത്തു. എപ്പോഴും അവിടെ കാണാനുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. ബഷീർ ചെരുപ്പിടാൻ വിഷമിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു രംഗം, ഭയങ്കരമായിട്ട് മകളെ ചീത്ത പറയുന്നു, ഷാഹിനെ. പിന്നെ സാധാരണ വരുമ്പോൾ നമ്മൾ ഭാര്യ മക്കളൊക്കെ നമ്മളും ചീത്ത പറയും. ഒരാൾ വരുമ്പോൾ നിർത്തുമല്ലോ. ബഷീറിന് ആ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ കേട്ടെങ്കിൽ കേട്ട്, കണ്ടെങ്കിൽ കണ്ട, അതിൽ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ബഷീറിനോട് ചോദിച്ചത് എന്താ ബഹളം? അപ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മകളോട് ചോദിച്ചു, ഷാഹിനോട് ചോദിച്ചു, ഇതെന്താ പ്രശ്നം? അപ്പോൾ ഷാഹിനെ പറഞ്ഞു, ടാറ്റ എന്നെ ചീത്ത പറയാം. ഞാൻ പറഞ്ഞു അത് മനസ്സിലായി, എന്തിനാണ് ചീത്ത? അപ്പോൾ അവിടെ ബഷീറിൻ്റെ പണി വീട്ടിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും തടവറയിലാണെങ്കിലും എവിടെയാണെങ്കിലും പൂന്തോട്ടം ഉണ്ടാക്കുക. അദ്ദേഹത്തിന് പ്രിയപ്പെട്ടൊരു വാക്കാണ് പൂങ്കാവനം എന്ന് പറയുന്നത്. ആ പൂങ്കാവനം ഉണ്ടാക്കുമ്പോൾ ആദ്യം വെക്കുന്നത്, പ്രധാനമായിട്ട് പലയിടത്തും വെക്കുന്നത്, ഇപ്പോൾ വല്ലപ്പുഴയിലാണെങ്കിലും പൂജപ്പുരയിലാണെങ്കിലും വെക്കുന്നത് റോസ. അപ്പോൾ റോസിൻ്റെ ചെടിയിൽ അതിൻ്റെ ഇലയിൽ പുഴു വന്നപ്പം മകൾ തട്ടിക്കളഞ്ഞു. അപ്പോൾ ബഷീർ മകളോട് ചോദിക്കുന്നത്, ആരാ നിനക്കിതിന് അധികാരം തന്നത്? റോസ് നിനക്ക് കാണാനെന്ന പോലെ പുഴുവിന് തിന്നാനുമുള്ളതാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഈ മനോഭാവത്തെയാണ് അഹിംസ എന്ന് പറയുക. ഈ അഹിംസ ഇല്ലാതെ സത്യത്തിൽ ഇനി നമുക്ക് ജീവിതം സാധ്യമല്ല എന്നിടത്താണ് ഈ ഹരിത രാഷ്ട്രീയം ഉണർന്നു വരുന്നത്. അപ്പോൾ ഇതൊരു മനോഭാവമായിട്ട്, ഇതൊരു മനസ്സായിട്ട്, ഇതൊരു ലോകവീക്ഷണമായിട്ട്, ഇതൊരു പെരുമാറ്റമായിട്ട്. അപ്പോൾ ബഷീർ പറയും, ബഷീറിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, നേരും നുണയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക്തിയിൽ ധാരാളം ചോദ്യങ്ങൾ വരും. ഒരു ചോദ്യം വന്നത്, താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് മൂരാച്ചിയാണോ എന്നാണ്. ബഷീറിൻ്റെ മറുപടി, മൂരാച്ചിയാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. വേറെ ഒരു ചോദ്യം, താങ്കൾ പ്രാർത്ഥിക്കാറുണ്ടോ? ബഷീർ പറഞ്ഞു, ഇല്ല. എന്താണ്? എല്ലാ കഥയും മൂപ്പർക്കറിയാം. എന്താ പ്രാർത്ഥിക്കാനുള്ളത്? അടുത്ത വാക്കാണ്, അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം. അതേ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഒരു കുരുവിക്ക് വെള്ളം കൊടുക്കുന്നത്, ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്, ഒരു പൂച്ചയ്ക്ക് അന്നം കൊടുക്കുന്നത്, ഇതൊക്കെയാണ് പ്രാർത്ഥന. അപ്പോൾ സന്ധ്യാപ്രണാമം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗദ്യകവിതയിൽ ദൈവത്തെ ഭയങ്കരമായി ചീത്ത പറയും, വായ്ത്തോഞ്ഞൊക്കെ വിളിച്ചു പറയും. അവസാനം പറയും, എനിക്ക് വയ്യ, എന്നെ രക്ഷിക്കും. അപ്പോൾ നാളെ വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിബിംബം ഗാന്ധിയാണ് എന്നതിലേക്ക് മലയാളത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഈ ആശയങ്ങളൊക്കെ ഇവിടെ ഇതിനു മുമ്പ് ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്, 1907 എഴുതപ്പെട്ട കവിതയാണ് വീണപൂ. അതിൽ ആശാൻ പറയുന്ന ഒരു വരി, ഒന്നല്ലി നാം ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈ ഇഹ രചിച്ചത് നമ്മയെല്ലാം. അദ്വൈതം എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും പ്രകൃതിയോടും മറ്റു ജീവജാലങ്ങളോടും സമരസപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ ഒന്നാണ് ഞാനൊരു പുസ്തകത്തിൻ്റെ ഹെഡിങ് വായിച്ചിട്ടുണ്ട്, ഞാൻ പുസ്തകം കണ്ടിട്ടില്ല, മൈ ഫാമിലി ആൻഡ് അതർ ആനിമൽസ് എന്നാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ കേട്ടോ, നമ്മളിപ്പം ഈ പട്ടിയേക്കാളും പന്നിയേക്കാളും പശുവിനേക്കാളൊക്കെ വലിയ കേമന്മാരാണ് എന്ന് നമ്മൾ സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട്, പട്ടിക്ക് തത്വചിന്ത മനസ്സിലാവുമോ? നമ്മൾ ഉടനെ ഇല്ല എന്ന് പറയും. അപ്പോൾ സോക്രട്ടീസ് ചോദിക്കുന്നത്, പട്ടിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞു? കാരണം തത്വചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചില കാര്യം മനസ്സിലാക്കി ശിഷ്ടകാലത്ത് അതിനനുസരിച്ച് പെരുമാറുക. പട്ടിക്ക് അറിയാലോ, പട്ടിക്ക് യജമാനൻ്റെ കൂട്ടുകാരനെ കണ്ടാൽ വാലാടണമെന്നും യജമാനന് പരിചയമില്ലാത്ത ആളെ കണ്ടാൽ കുരയ്ക്കണമെന്നും പട്ടിക്ക് അറിയാം. അപ്പോൾ പട്ടി യജമാൻ്റെ സുഹൃത്തിനെ പറ്റി പഠിച്ചു, അപ്പോൾ അവന് തത്വചിന്ത മനസ്സിലാവും, നമുക്ക് അറിഞ്ഞൂടാത് കേട്ടോ. ഈ 2500 കൊല്ലം മുമ്പത്തെ വർത്തമാനത്തെ പറ്റി ഞാൻ ഈ പറയുന്നത്, സോക്രട്ടീസൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ കേമന്മാരാണ്, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് മിക്ക മതങ്ങളും പറയുന്നത്. എന്താണ്? ദൈവം ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമ്മളായി ഈ ബഷീറിൻ്റെ വാക്ക് വെച്ച് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നടുമധ്യം, അങ്ങനെയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യങ്ങളിലൊക്കെ പറയും നടുമധ്യം എന്ന് കളിക്ക് പറയുന്നത്. അപ്പോൾ
മനുഷ്യകേന്ദ്രിതമായ ഒരു ലോകത്തിൽ നിന്ന് ജൈവ വൈവിധ്യത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ലോകത്തിലേക്ക് പുരോഗമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെയും നാളത്തെയും രാഷ്ട്രീയം. അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രസക്തി കിട്ടാൻ പോകുന്നത് ഗാന്ധിയുടെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾക്കും ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ പറഞ്ഞതൊക്കെ മറന്നു കളയുക, ഞാൻ എഴുതിയതൊക്കെ എൻ്റെ ചിതയിൽ ദഹിപ്പിച്ച് കളയുക, ഞാൻ എന്ത് പ്രവർത്തിച്ചോ അത് മാത്രമേ ബാക്കിയാവൂ. കാരണം പറയാനും എഴുതാനൊക്കെ എളുപ്പമാണ്. ക്രിസ്തുവിനെ പറ്റി അവിടുത്തെ ആളുകൾ അമ്പരന്ന് ചോദിച്ചിരുന്നു, അവൻ അധികാരത്തോടെ സംസാരിക്കുന്നുവല്ലോ എന്ന്. ആരാത്? ഒരു ആശാരിച്ചെറുക്കൻ, 10 പൈസയ്ക്ക് ഗതിയില്ല, അവൻ എന്താ പഠിച്ചതെന്ന് അറിഞ്ഞൂടാ, ആകെ സംസാരിച്ചത് 3.5 കൊല്ലാണ്, അവൻ എവിടെ പോരിഞ്ഞു കുട്ടിക്കാലത്ത് നിന്ന് അറിഞ്ഞൂടാ, അവൻ വന്ന് സംസാരിക്കുന്നു. എന്താണ് അവൻ്റെ ആധികാരികത? അവനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ രാജാവാക്കാം. ക്രിസ്തു പറഞ്ഞു, എനിക്ക് രാജാവാകണ്ട, എന്താണ്, ഞാൻ ദൈവരാജ്യത്തെ രാജാവാണെന്ന് പറഞ്ഞു, അത് ഒഴിവാക്കി. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആധികാരികത എന്താണ്? വളരെ ലളിതമാണത്, വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ്, പറയുന്നത് പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നത് പറഞ്ഞു, തീർന്ന്. ആധികാരികത ഉണ്ടാകാൻ അതേ വഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പല പ്രസംഗങ്ങളും പല പ്രബന്ധങ്ങളും ആധികാരികമല്ലാത്തത് അതൊക്കെ പറയാനും എഴുതാനും അവർക്ക് അർഹതയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വാസ്തവത്തിൽ നാട്ടുകാർക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഗാന്ധി ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ആ തരത്തിൽ 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ, കുറച്ച് കഴിയുമ്പോൾ സോക്രട്ടീസ്, കുറച്ചുകൂടി കഴിയുമ്പോൾ ക്രിസ്തു, ഇങ്ങനെ വളരെ കുറച്ച് ആളുകളാണ് ഈ തരത്തിൽ മനുഷ്യവംശത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ തരത്തിലുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച, സ്നേഹത്തിന് വേണ്ടി ജീവിച്ച എല്ലാ വലിയ മനുഷ്യരെയും അഭിവാദ്യം ചെയ്യുന്നു. ഗാന്ധി ഇന്നത്തെക്കാൾ നാളെ പ്രസക്തമാവും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, ഹരിത രാഷ്ട്രീയം, ഗ്രീൻ പൊളിറ്റിക്സ്. നന്ദി, നമസ്കാരം. ഗാന്ധി എന്തുകൊണ്ട് ഗാന്ധി എന്ന വിഷയത്തിൽ നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് പ്രസക്തമായ ഈ വിഷയം കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച പ്രിയങ്കരനായ കാരശ്ശേരി സാറിന് ഒരുപാട് നന്ദി. ഈ സെഷനിൽ കൃതജ്ഞത അറിയിക്കാനായി ശ്രീ TP റഷീദ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള ആദരണീയരെ, എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ഇവിടെ ഇന്നലെ 3 മണി മുതൽ തുടങ്ങിയ വിവിധ കോണുകളിൽ വിവിധ തരത്തിലെ ഗാന്ധിയെക്കുറിച്ച് വളരെ പ്രഗത്ഭമായ അഭിപ്രായങ്ങൾ, അവരവരുടെ സംവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞ നമ്മളൊരു ഘടികാരം മുമ്പിൽ വെക്കണം. അതിൽ മറ്റൊരു സൂചന കൂടിയുണ്ട്, കൃത്യമായ സമയം പാലിക്കണം എന്ന് ഒരു സൂചന കൂടി അതിലുണ്ട്. അതുകൊണ്ട് എനിക്കനുവദിച്ചിരിക്കുന്നത് 2 മിനിറ്റാണ്. അപ്പോൾ ആ 2 മിനിറ്റിനുള്ളിൽ ഔപചാരികതയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ Dr. Basavaraj, you delivered a marvelous speech in short time. Thank you very much, sir. മറ്റൊന്ന്, നമ്മുടെ മുഖ്യ പ്രഭാഷകൻ കാരശ്ശേരി മാഷ് ഇവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. ഇവിടെ പല മേഖലയിൽ നിന്ന് ഗാന്ധിയെ വേറൊരു കോണിലോട്ട് ഞങ്ങളെ മുമ്പിൽ ഇട്ട് തന്ന് ചിന്തിപ്പിക്കാൻ വളരെ നേരം ആലോചിച്ച് പോകാൻ മാത്രം ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ മുമ്പിലേക്ക് തന്ന കാരശ്ശേരി മാഷിൻ്റെ ആ പ്രഗത്ഭമായ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ട മുഖഭാവത്തോടെ മുമ്പിലിരിക്കുന്ന നിറഞ്ഞ സദസ്സിൻ്റെ അവർക്ക് വേണ്ടിയും ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഡോക്ടർ CBK ജോസഫ്, അതേപോലെ ഡോക്ടർ ബാസവരാജ്,
എന്നിവർ ചേർന്നെഴുതിയ ഒരു ശകല, അതായത് 1924 ബൽഗാം കോൺഗ്രസ് സെഷനിലെ ഒരു മെമ്മറബിൾ ഡിബേറ്റ്, ഗാന്ധീസ് ഡിബേറ്റ്, ഇവിടെ ഒരു ചെറു പുസ്തകമായി ആ പുസ്തകത്തെ മാതൃഭൂമി പബ്ലിഷേഴ്സ് പുറത്തിരിക്കുന്നത്. മറ്റൊരു ഘടകം കൂടി, 2 പുസ്തകങ്ങൾ ഈ ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്ത നമ്മുടെ പി ഹരീന്ദ്രനാഥ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്നിവിടെ പ്രകാശനം നടത്തിയിരിക്കുകയാണ്. ആ പുസ്തകം പുറത്ത് മാതൃഭൂമിയുടെ ഹാളിൽ 100 രൂപ വിലക്ക് ലഭ്യമാണ്. താല്പര്യമുള്ളവർ അത് അവിടെ വെച്ച് ഇന്ന് തന്നെ, ആദ്യം പോകുന്നവർക്ക് മാത്രമേ കുറച്ച് കോപ്പികൾ കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ലഭ്യമാക്കേണ്ടവർ എത്രയും പെട്ടെന്ന് ആ ബുക്ക് സ്റ്റാളിനരികേക്ക് പോകുക. അതേപോലെ നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് കാരശ്ശേരി മാഷ്, അത് ഏറ്റുവാങ്ങിയത് പ്രൊഫസർ അമ്മുക്കുട്ടി ടീച്ചറാണ്. അത് ഈ ചടങ്ങിൽ ഏറ്റുവാങ്ങുന്നതിനെത്തിയ ടീച്ചർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സെഷൻ്റെ ആധ്യക്ഷം വഹിച്ച ശ്രീ സത്യൻ മാടാക്കരക്കും ഈ സംഘാടകർക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായും അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിൻ്റെ സ്വാഗതം പറഞ്ഞ MC പ്രമോദ് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ഔദ്യോഗിക ഭാരവാഹി കൂടിയാണ്. അദ്ദേഹത്തെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഇത്രയും സമയം ശ്വാസമടക്കി പിടിച്ച് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇന്നത്തെ ഈ ശ്രോതാക്കളായി വരുന്ന മുഴുവൻ പേർക്കും ഓരോരുത്തരും വളരെ ആദരപൂർവ്വം പരിഗണിക്കപ്പെടേണ്ട, വേദിയിലൊക്കെ എത്തിപ്പെടേണ്ട ഒരുപടി മുഖങ്ങളാണ് മുമ്പിലുള്ളത്. അവരൊക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായി നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you, Mr. T.P. Rashid. Thank you, sir. ശ്രീ MN കാരശ്ശേരിക്കുള്ള സ്നേഹോപഹാരം നൽകുന്നതിനായി ശ്രീ തില്ലേരി ഗോവിന്ദൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. सबको सन्मति दे भगवान, ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। Thank you, sir. We invite Sri T.G. Mayanu to hand over the memento to Sri Basavaraj Akki. सीताराम सीताराम, भज प्यारे तू सीताराम। Thank you, sir. Thank you all.